സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ ക്രിസ്തുവിലെ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം ഒരുപക്ഷേ നമ്മുടെയെല്ലാം മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ആത്മാക്കൾക്ക് നമ്മളെവിടെ ഈ ലോകത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതോ ഒക്കെ അറിയാൻ കഴിയുമോ? അവർക്കത് കേൾക്കാനോ കാണാനോ സാധിക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയല്ലേ? ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട്. അതെ. ഇതിനുള്ള ഉത്തരം സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരു തരത്തിൽ ലളിതമാണ്, ഇല്ല എന്നാണ്. അതായത് നമ്മൾ ഈ ലോകത്തിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന പോലെ നേരിട്ട് കേൾക്കാനോ കാണാനോ അവർക്ക് സാധ്യമല്ല. നേരിട്ട് സാധ്യമല്ല. അതെ. വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്റ്റോമിനെ പോലുള്ള പിതാക്കന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ആത്മാവ് ശരീരം വിട്ടുകഴിഞ്ഞാൽ അത് ദൈവം അതിനായി നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ശരി. അത് ഒന്നുകിൽ ഹേഡീസ്, അതായത് പാതാളം, അല്ലെങ്കിൽ പറുദീസ എന്ന അവസ്ഥയാണ്. നമ്മുടെ കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഓർക്കുന്നു, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരുമെന്ന്. അപ്പം നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചാണ് ആ സ്ഥലം നിർണയിക്കപ്പെടുന്നത്. അപ്പോ ഈ ഹേഡീസ്, പാതാളമെന്ന് പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആ ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഓർമ്മ വരുന്നു. അതൊരു ഭയപ്പെടുത്തുന്ന ചിത്രം നൽകുന്നുണ്ടല്ലോ. തീർച്ചയായും. അതൊരു ശാരീരിക വേദന എന്നതിലുപരി ഒരു ഭീകരമായ ഒറ്റപ്പെടലിന്റെ ചിത്രമാണ് അവിടെ കാണുന്നത്. ഒറ്റപ്പെടൽ. അതെ. ധനവാൻ ലാസറിനോട് ഒരു തുള്ളി വെള്ളം ചോദിക്കുന്നുണ്ട്, പക്ഷേ അവർക്കിടയിൽ കടക്കാൻ പറ്റാത്ത ഒരു വലിയ ഗർത്തമുണ്ടെന്നാണ് അബ്രഹാം പറയുന്നത്. അവിടെ ആശയവിനിമയമില്ല, ആശ്വാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല. പിതാക്കന്മാരൊരു ഉദാഹരണം പറയാറുണ്ട്. പുറക്കോട് പുറം ഒട്ടിച്ചുവെച്ച സയാമീസ് ഇരട്ടകളെപ്പോലെയാണെന്ന്. മുഖാമുഖം കാണാൻ പറ്റാത്ത അവസ്ഥ, അത്ര ഭീകരമായ ഏകാന്തത, കൂട്ടായ്മയുടെ പൂർണ്ണമായ അഭാവം, അതാണ് അവിടുത്തെ ഒരു പ്രധാന പീഡനം. മനസ്സിലായി. എന്നാൽ പറുദീസയോ? അത് തികച്ചും വ്യത്യസ്തമാണല്ലോ. അതെ, തികച്ചും വ്യത്യസ്തം. ക്രിസ്തുവിന്റെ പാതാള പ്രവേശനത്തോടെ നീതിമാന്മാർക്കായി തുറക്കപ്പെട്ട ഒരു സന്തോഷത്തിന്റെ ഇടമാണത്. അവിടെ നീതിമാന്മാരായ ആത്മാക്കൾ വസിക്കുന്നു. അവർ കൂട്ടായ്മയിലാണോ? തീർച്ചയായും. അവർ ഏകാന്തതയിലല്ല, ഒരു കൂട്ടായ്മയിലാണ്. വിശുദ്ധന്മാരുമായും മാലാഖമാരുമായും ഒരുമിച്ചാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർക്കണം. എന്താണത്? അവർ നമ്മളെവിടെ നേരിട്ട് കാണുകയോ നമ്മൾ പറയുന്നത് നേരിട്ട് കേൾക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അവരറിയുന്നത്? നമ്മൾ വിശുദ്ധരോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കാറുണ്ടല്ലോ. നല്ല ചോദ്യം. അത് ദൈവിക വെളിപ്പെടുത്തലിലൂടെയോ അല്ലെങ്കിൽ മാലാഖമാർ വഴിയോ ആണ് അവർ അറിയുന്നതെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മൾ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന്റെ കൃപയാൽ അവരിലേക്ക് എത്തുന്നു. ദൈവകൃപയാൽ. അതെ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം പറയുന്നത് പോലെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവർ ദൈവത്തിന്റെ കൃപാസനത്തിനു മുന്നിൽ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ മാധ്യസ്ഥ്യം വഹിക്കുന്നു. അപ്പോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ വിലയുണ്ട്. തീർച്ചയായും. മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഹേഡീസിലുള്ളവർക്ക്, ഒരുപക്ഷെ അവർക്ക് ആശ്വാസം നൽകിയേക്കാം. അത് ദൈവത്തിന്റെ കരുണയെ ആശ്രയിച്ചിരിക്കുന്നു. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയിർത്തെഴുന്നേൽപ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവാണല്ലോ. അതെ. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ൽ പറയുന്നില്ലേ, നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയിർപ്പിക്കപ്പെടുന്നു. ശരീരം. അതെ, ശരീരം. ആത്മാവും ശരീരവും വീണ്ടും ഒന്നിക്കുന്ന ആ മഹത്തായ ദിവസം വരും. ദൈവരാജ്യത്തിൽ വെളിപാട് പുസ്തകം പറയുന്നത് പോലെ നാം അവിടത്തെ മുഖം കാണും. ക്രിസ്തുവിന്റെ മുഖം കാണും. അതെ, അതാണ് പരമമായ സന്തോഷം. എന്നാൽ നരകത്തിലുള്ളവർക്ക് ആ മുഖം കാണാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെടും. അതൊരു മുഖങ്ങളില്ലാത്ത ശൂന്യതയായിരിക്കും എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ഭയാനകം. പക്ഷേ സ്വർഗത്തിലെ വാഗ്ദാനം എത്ര മനോഹരമാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നാം അവിടുത്തെ പോലെയാകും. ക്രിസ്തുവിനെ പോലെ. അതെ, അവിടുന്നായിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. അതിലും വലിയൊരു സന്തോഷം വേറെ എന്തുണ്ട്? അപ്പോ ഈ തിരിച്ചറിവുകൾ ഇന്ന് ജീവിക്കുന്ന നമുക്ക് നൽകുന്ന പാഠമെന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണതല്ലേ? തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നമ്മുടെ ഇന്നത്തെ ജീവിതം, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇവയെല്ലാം നമ്മുടെ നിത്യതയെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതെ. സഭാപ്രസംഗകൻ പറയുന്നില്ലേ,
പൊടിമണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കലേക്കും. അതുകൊണ്ട് ഒരു അടിയന്തരതയോടെ ജീവിക്കണം. എങ്ങനെ? പാപം വെടിഞ്ഞ് അനുതപിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടും നിരന്തരം കൂട്ടായ്മയിൽ വളരണം. സ്നേഹിക്കാനും ക്ഷമിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. കാരണം മരണവും ആത്മാവിന്റെ യാത്രയും ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ശരിയാണ്. അതോടൊപ്പം വിശുദ്ധരോടുള്ള നമ്മുടെ പ്രാർത്ഥനകളും മരിച്ചവർക്കായുള്ള പ്രാർത്ഥനകളും തുടരണം. അത് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിലുള്ള നമ്മുടെ ആശ്രയമാണ് കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ ആ ഉറച്ച വാക്ക് നമുക്കെപ്പോഴും ധൈര്യം നൽകട്ടെ. ഞാനാണ് ഉയർത്തെഴുന്നേൽപ്പും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും ശക്തിയെയും ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്തായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നന്ദി. വാങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പാതാളത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്കായി ഞങ്ങൾ കരുണ യാചിക്കുന്നു. അവർക്ക് അങ്ങയുടെ ആശ്വാസം നൽകണമേ. ആമേൻ. പറുദീസയിലെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ഒരു നാൾ ഞങ്ങളെയും ചേർക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മ ചെയ്യാനും തിന്മ വെടിയാനും ഞങ്ങളെ ശക്തരാക്കണമേ. സഹായിക്കണമേ. അനുതപിച്ച് അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ കൃപ നൽകണമേ. ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുന്ന ആ സന്തോഷത്തിനായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. ഈ വചനങ്ങൾ കേട്ട ഓരോ ഹൃദയത്തെയും അങ്ങ് തൊടണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നമ്മുടെ യാത്ര നിത്യതയിലേക്കുള്ളൊരു ഒരുക്കം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവാനായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതെ, നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റിമോണീസ്, വിശ്വാസ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയച്ചു തരാവുന്നതാണ്. നിങ്ങളുടെ അനുമതിയോടെ ഞങ്ങളത് ഈ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത തവണ കാണുന്നതുവരെ സമാധാനം. സമാധാനം.